ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം,
ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ഗോപികാ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് ഇന്ന് 18ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 17 ദിവസവും നമുക്ക് പാരായണത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് നമുക്കത് പാരായണം ചെയ്യാൻ സാധിച്ചത് ഭഗവാന്റെ അതിരറ്റ കൃപാകടാക്ഷം വന്നുകൊണ്ട് മാത്രമാണ്. ഈശ്വരൻ്റെ ആ കൃപ കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാനും ഇത് കേൾക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തരണു. പറയാനും കേൾക്കാനും എല്ലാം ആ ഭഗവാന്റെ കൃപയാണ്. നമ്മളിവിടെ സമർപ്പിച്ച ആ പുഷ്പം നമ്മുടെ മനസ്സ് തന്നെയാണ്. അത് ഭഗവാന്റെ പാദത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു. ഭഗവാനെ ഇവിടുത്തെ അവിടുന്ന് ഞങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ അക്ഷരവും അക്ഷരം ബ്രഹ്മമാണ്. അപ്പോൾ ആ ബ്രഹ്മഭാവത്തിലെ അക്ഷരരൂപത്തിൽ അവിടുന്ന് പ്രകാശിക്കുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലെത്തിയിട്ട് അവിടുത്തെ അജ്ഞാന അന്ധകാരമെല്ലാം നീങ്ങിയിട്ട് ജ്ഞാനപ്രകാശമായിട്ട് തീരണേ, അറിവിൻ്റെ വെളിച്ചമായിട്ട് തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മനോഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപൽമേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ
രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് കിഷ്കിന്ധാകാന്ഡാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി മാത്രം സമുദ്ര ലംഘനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു ഉപായം എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിന്നത് ഹനുമാൻ മാത്രമായിരുന്നു. അപ്പോൾ ചോദിച്ചു, അങ്ങ് എന്താണ്? അപ്പോൾ ജാമ്പുവാൻ ചോദിക്കുകയാണ്, എന്താണ് മിണ്ടാത്തത്? ഇതിന് കഴിവുള്ള ഒരേ ഒരാൾ ഹനുമാനെ അങ്ങ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ട് മിണ്ടണില്ല, മൗനം പാലിക്കണു? അങ്ങതാ വായുവിൻ്റെ പുത്രനല്ലേ, അങ്ങ് ജനിച്ച ഉടനെ തന്നെ ആകാശത്ത് കാണുന്ന ആ സൂര്യബിംബം, ഉദിച്ചു വരുന്ന സൂര്യബിംബം കണ്ടപ്പോൾ ഏതോ ഒരു ഫലമാണെന്ന് വിചാരിച്ചിട്ട് ആ മണ്ഡലത്തിലേക്ക് കുതിച്ചു പോയവനല്ലേ, അത്രയും ദൂരം അങ്ങേക്ക് സാധിച്ചു. ഇത് 100 യോജനയേ ഉള്ളൂ, അവിടെ വരെ കുതിച്ചവനല്ലേ. എല്ലാ അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ പോണ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ ഇന്ദ്രൻ അതിനെ തടഞ്ഞപ്പോൾ തൻ്റെ താടിക്ക് അതിൻ്റെ വെട്ടുകൊണ്ട് വീഴുകയാണ് ചെയ്തത്. വീണപ്പോൾ വായുഭഗവാൻ പുത്രനെയും എടുത്തൊരു ഗുഹയിൽ ഒളിച്ചു. അപ്പോൾ ആകെ കൂടി വായു സഞ്ചാരമില്ലാണ്ട് എല്ലാവരും വിഷമിച്ചപ്പോൾ അവിടെ എല്ലാ ദേവന്മാരും ഒരുമിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരും അനുഗ്രഹിച്ചു. അങ്ങനെ ചിരഞ്ജീവിയായിട്ട് ഭവിക്കട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു. അങ്ങേക്ക് മരണമില്ലാത്ത ആളല്ലേ, എന്നിട്ടും അങ്ങെന്താണ് മൗനം പാലിക്കണേ? ഇതൊക്കെ പറഞ്ഞപ്പോഴും ഹനുമാൻ ഒരിളക്കണ്ടായില്ല. അവസാനം ജാമ്പുവാൻ പറയണു, രാമൻ്റെ കയ്യിലുള്ള അങ്കുലീയം, രാമാങ്കുലീയകം, രാമൻ ആരുടെയില്ല രാമനാമം എഴുതിയ അങ്കുലീയം തന്നത് വേറെ ആരുടെ കയ്യിലല്ലോ, അങ്ങയുടെ കയ്യിലല്ലേ, ആ രാമാങ്കുലീയം തന്നില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് വാമനമൂർത്തിയെ പോലെ വളർന്നിട്ട് ഭൂമി മുഴുവനും കിടുങ്ങുമാറോ ഉറക്കെ അതറി വിളിച്ചുകൊണ്ട് പറയണത്, രാവണനെ കുലത്തോടു കൂടി ഒരുക്കിയിട്ട് ഞാൻ ദേവിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ത്രികൂടാചല പർവ്വതത്തെയും ലങ്കയും എല്ലാം കൂടി ഒരുമിച്ച് എൻ്റെ കയ്യിലാക്കിയിട്ട് ഒരു ഭാഗത്ത് ഒരു കയ്യിൽ കെട്ടിയിട്ട് രാവണനെയും വലത് കയ്യിൽ ഇതൊക്കെ കൂടിക്കൊണ്ട് രാമന് സമർപ്പിക്കും. കാരണം എന്താ പറയണത്, എൻ്റെ കയ്യിൽ രാമാങ്കുലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് സാധിക്കുന്നു. അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞപ്പോൾ തോന്നിയില്ല. ഇത് രാമനാമം എഴുതിയ ഒരു മോതിരം കയ്യിലുണ്ടെങ്കിൽ സാധിക്കാത്തത് എന്താണ് എന്നുള്ള ആ ഭാവത്തിൽ ആ ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനത്തിന് തയ്യാറായിട്ടിരിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ബാക്കി ഭാഗങ്ങൾ വായിക്കാൻ വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സകല ശുഗകുല വിമല തിലക കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാം. കിളിമകളുടെ അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവൻ ചോദിച്ചനന്തരം. കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിടിനൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഗിരി സുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവൻ മാരുതി. മനുജ പരിവൃഢ ചരണം നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കവിവരരോടു അമിത ബലസഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും.
മമ ജനകസദൃശനാഹാമതിജബലാംബരേ മാനേന പോകുന്നിദാശരേശാലയേ അജതനയതനയ ജരസമമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീം അഹം അഖില ജഗദധിപനോട് വിരവോടറിയിപ്പഞ്ഞദ്യ കൃതാർത്ഥനായൻ കൃതാസ്തോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവൊടു കടക്കുമങ് അഞ്ജനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവോമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദതി സപതി ദരിതം നിങ്ങൾ ഈശപ്രവരരെ ഖേദിയായി ഖേതുമേ ഇതി പവനസുതനയനു മുര ചെയ്തു വാലും നിജായറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആജ്ഞാജവമാക്കി നിന്ന കുഞ്ചിതാംഘ്രിയായി ഊഥാനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനാൻ പതകാപതിരിവ പവനസുതനഥ വിഹായ സ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ അമരസമുദയം അനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയോട് പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗാജനനിയും ത്വരിതമനിലജൻ അമിത അതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മാദൃശ വരീകെന്നു കേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധവുമേവിനാൽ കഠിനതരമലറിയവള അവനോട് മുര ചെയ്തു കണ്ടീലയോ ഭവാൻ എന്നെ കബീവര ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചിതീശ്വരൻ വിധിവിഹിതമശനമിതു നൂനമദ്യത്വയാ വീരാ വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമ വദനകുഹരമതിൽ വിരവിനോട് പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായി ഗഡോ സരസമിതി രഭസതര അനുസരാസാഗിരം സാഗസാൽ കേട്ട നിലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗദധിപൻ അമര ഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശചരപുരിയിൽ വിരവിനോട് ചെന്നു കണ്ടദ്യവാശോവ വരുന്നതുമുണ്ടു ഞാൻ. ജനകനരപതി സുഹൃതചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദനകുഹരാമതിൽ അപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു ബുക്കിയിടുവൻ. അനൃത മകതള്ളിലൊരു പൊഴുതുമറിവീലിഹാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തതനു കപികുവരനോടും അവൾ ഉര ചെയ്തിതു ദാഹവും ചുത്തും പൊറുക്കരുതേതുമേ. മനസ്സി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിലർന്നിടുന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലൊരു യോജനയാ മമ ആശുകാനന്ദനൻ നിന്നതു കണ്ടവൾ. അധികതരം വദനവിരവനുടനാകുലം അത്ഭുതമായഞ്ചു യോജന വിസ്തൃതം. പവനതനയനുമതിനു ദൃഢി ദശയോജന പാരാമിതി കലർന്നു കാണായനന്തരം. നിജ മനസ്സി ഗുരുകുതുകമൊടു സുരസയും തഥാ നിന്നാളിരൂപതു യോജനാവായുമായി.
മുഖകുഹരാമതി വിപുലമതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനൻ അലാമലം അതിൽ അമലരുതു ജയമാർക്കുമെന്നൻപതു യോജന പിളർന്നീടിനൻ അതുപൊഴുതു പവനസുതാനതി കൃശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുളിനൻ തതനു ലഘുതരമവനു ഒരുതര തപോവല തത്രാപുറത്തു പുറപ്പെട്ടു ചൊല്ലിനൻ ശൃണു സുമുഖി സുരസുഖാപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവക പരിവൃഢ വചന നിശമനാദ ശാന്തരേ വ്യർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവാജയം അതിസുഖേന പോയിച്ചെന്നു വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയോട് അഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം അതറിവതിനു തവ ബലവിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം നിജചരിതം അഖിലം അവളോടറിയിച്ചു പോയി നിർജ്ജരാലോകം ഗമിച്ചാൽ സുരസയും പവനസുതനഥ ഗഗനപതി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോട് ചൊല്ലിയിടിനാൻ ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരാമെന്നു ചൊല്ലുന്നിതെല്ലാവരും അഭിജന ഭവനധികരാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ ഇടയിലൊരു പതനം അവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങി തളച്ച തീർത്തിയിടണം മണികനകമയന അമലനായ മൈനാകവും മാനുഷാവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ ഹിമശിഖിരാതനയനഹം അറിക കവിവീര നീയന്മേലിരുന്നു തളർച്ചയും തീർക്കടോ സലീലാനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയിക്കൽകടോ അമൃതസമാജലവും മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൽക നീ അലമലാമിതരുതരുതു രാമകാര്യാർത്ഥമായ ആശുപോകും വിധോ പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തും മറ്റൊന്നും ഭാവിക്ക എന്നുള്ളതും അനുചിതമതറിക രഘുകുലാതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഗതഭയമിനി വിരവിനോട് ഞാൻ പോകുന്നു ബന്ധു സത്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതൻ ഇവയോ ഉര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശനെ തലോടിനാൻ പുനരവനോ അനില സമമുഴറി നടകൊണ്ടിതു പുണ്യാജനേന്ദ്രാപുരം പ്രതി സംഭ്രമൽ തദനു ജലനിധിയിലതിഗംഭീരദേശാലയെ സന്തതം വാണഴും ഛായാഗ്രഹിണിയും അധിപനുപരി പരിചൊടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൽ അത് പൊഴുതു മമഗതി മുടക്കിയാതാരെന്ന് അന്തരാപാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൽ അതിവിപുലതര ഭയങ്കരാംഗിയെ അംഗ്രിപാതേന കൊന്നിടിനാൻ തക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നിജയം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരയിൽ വിരോട് പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കി കുതിച്ചിടിനാൻ ചരമഗിരി സരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുല സ്ഥലം ദക്ഷിണാവാരിധി മധ്യേ മനോഹരം
ബഹുലഫല കുസുമതലായുധാവിടബിസങ്കുലം വല്ലീകുലാവൃതം പക്ഷീമൃഗാന്യതം മണികനകമയ അമരപുര സദൃശാംബുദി മധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിന്നു ചെന്നൻപൊടു കണ്ടിതു ലങ്കാ നഗരം നിരൂപം കനകവിരചിത മതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണി എന്നു മാനസേ പരവശതയോടു ധടുതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനൻ നിശിതമസി നിശിചരാപുരേ കൃഷരൂപനായി നിർജരാദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരാവൈരീപുരം ഗമിച്ചിടിനൻ പ്രകൃതി ചബലനുമധിക ചബലം അജലം മഹത് പ്രാകാരവും ആകാരവും മറച്ചവനിമകളിൽ അവനിമകൾ അടിമലരും അകതളിലിരോർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽ കടുകിനോടു സമാമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതര മലറിയൊരു നിശചരിവേഷമായി കാണായിതാശു ലങ്കാശ്രിയേയും തഥാം അവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിഞ്ച വാഞ്ചിതം അസുരസുര നര പശുമൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷവചനമൊടതു അണഞ്ഞു താടിച്ചത് നേരെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജാവര സജീവ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു അമിച്ചിതു ചോരയും കപിവരനോട് അവളും എഴുന്നേറ്റു ചൊല്ലിനാൻ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവ ധാതാവു തൻ വീര പറഞ്ഞിതന്നോടതിൻ ഇതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദലനയനൻ അവനീല അവതരിക്കുമുൾ കാരുണ്യ അഷ്ടവിംശതി പര്യയേ ദശരഥ നൃപതിതനയനായി മമ പ്രാർത്ഥനയായി ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയും പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹ നയന നടവീലഥ തപസ്സിനായി സംഭ്രാത ഭാര്യനായി വാഴും ദശാന്തരേ ദശവദനൻ അവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണാവാരുതി പൊക്കിയിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജനും സാജീവ്യവും സംഭവിക്കും പുനഃ സുഗ്രീവശാസനാൽ സകലാദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരൂ മേഘന്തവന്തികെ കലഹമവനോട് ധടുതി തുടരും അളവെത്രയും കാതരായി വരും നീയെന്നു നിർണയം രണനിപുണനോടു ഭവതി താടനാവും കൊണ്ടുരോ രാമദൂതന്നു നൽകേണമനുജ്ഞയും ഒരു കവിയോടൊരു ദിവസം അടി ധടുതി കൊൽകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയോടോ ഗത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനി ഇവിടെ പല കാലവും രഘുപതിയോട് ഇനിയൊരടി. ഹരേ കൃഷ്ണ. രഘുപതിയോട് ഇനിയൊരടി ഇടരൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതനായി തിന്നടോ നിഖില നിശചര കുലപതിക്കുരമരണവും നിശ്ചയാമേറ്റാമടുത്തു ചമഞ്ഞിതു ഭവതനുജര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ
ത്രിദശകുലാരിപു ദശമുഖാന്ത അന്തഃപുരാവാരെ ദിവ്യലീലാവനെ പാദപാ സംകുലെ നവകുസുമസഹിത വിടബീയുധ ശിംശഭ നാമവൃക്ഷത്തിൻ ചുവട്ടിലധീശുച നിശചരികൾ നടുവിൽ അഴലൊടു മരുവീടുന്നെടോ നിർമ്മലാഗാത്രിയും ജാനകി സന്തതം ത്വരിതം അവൾ ചരിതമുടന് അവനോടറിയിക്ക പോയമ്പുതിയും കടന്നമ്പരാന്തേ ഭവൻ അഖില ജഗത് അധിപതി രഘുത്തമൻ പാതുമം അസ്തുതേ സ്വസ്തിരസ്തു അത്യുത്തമോത്തം സമേ ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഭഗവാന്റെ എല്ലാവരും നോക്കിക്കോളൂ. ഞാനിതാ എൻ്റെ അച്ഛനായ വായുദേവനെ പോലെ വേഗത്തോട് കൂടിയിട്ടിതാ ആകാശത്തിലൂടെ പോയിട്ട് ചെന്നിട്ട് ശ്രീരാമൻ്റെ പത്നിയെ ഇന്ന് തന്നെ കണ്ടിട്ട് ഭഗവാനോട് വന്ന് വിവരമൊക്കെ അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സമുദ്രത്തെ ഞാൻ ജനനമരണങ്ങളാകുന്ന സമുദ്രത്തെ തരണം ചെയ്യുന്നവരെങ്ങനെയാണ് രാമനാമം സദാ ജപിച്ചിരിക്കുന്നവർക്ക് ഈ സംസാര സാഗരം തരണം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ഒരു ജന്മം കൊണ്ട് വേറെ ഒന്നും സാധിക്കാനില്ല. പക്ഷേ അങ്ങനെയുള്ള ആ രാമനാമം എഴുതിയ അങ്കുലീയം എൻ്റെ കയ്യിലുണ്ട്. രാമൻ്റെ അനുഗ്രഹം എൻ്റെ കയ്യിലുണ്ട്. രാമൻ്റെ ദൂതനാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ സമുദ്രം തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ കടൽ താണ്ടാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളെല്ലാവരും രാമനാമം ജപിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ സീതാദേവിയെ കണ്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ഗരുഡൻ എങ്ങനെയാണോ പറക്കണത് അതുപോലെ ഹനുമാൻ സ്വാമി ഇങ്ങനെ വായുവേഗത്തിൽ പോവുകയാണ്. അത് കണ്ടപ്പോൾ എപ്പോഴും ഇടയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ ക്ഷീണം ഉണ്ടാവുമോ എന്നൊക്കെ പരിഭ്രമാണ് നമ്മളല്ലേ. നമ്മുടെ കാര്യം നടക്കാനായിട്ട് കാത്തിരിക്കുന്നവരാണ് ദേവന്മാർ. അപ്പോൾ അവർക്ക് പരിഭ്രമാണ് വേണ്ട വിധത്തിലാവുമോ എന്നിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സുരസയെ പറഞ്ഞേക്കുകയാണ്. ആ സുരസയോട് പറഞ്ഞു, നാഗമാതാവായ സുരസയോട് പറഞ്ഞു വേഗം പോയിട്ട് മാർഗതടസ്സം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേഗം നടുവിൽ ചെന്ന് നിന്നു. പക്ഷേ ആ രാമനാമം രാമനെ മാത്രം മനസ്സിൽ ചിന്തിച്ച് രാമനാമം ഉരുവിട്ടിട്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ആ ഹനുമാന് വഴിയിലുള്ളതൊന്നും ബാക്കിയൊന്നും കാണണില്ല. ആ ഒരു അവസരത്തിൽ ചോദിച്ചു, എന്താണ് വാനരവീര എന്നെ കാണുന്നില്ലേ? ഈശ്വരൻ പറഞ്ഞ നിന്നെ ഭക്ഷിച്ചോളാനാണ് എന്നോട് പറയണത്. എനിക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ഇന്ന് നീയാണ് എനിക്ക് ഭക്ഷണം, നിന്നെ ഞാൻ ഭക്ഷിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് ഹനുമാൻ പറഞ്ഞു, ഞാൻ പോണത് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സീതാദേവിയെ കണ്ട് ഞാൻ മടങ്ങി വന്ന് ശ്രീരാമദേവനോട് ആ വൃത്താന്തമെല്ലാം അറിയിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വേഗം വരാം. വന്നിട്ട് എന്നെ അപ്പോൾ ആ അമ്മയുടെ വിശപ്പ് അടക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ വായിലേക്ക് തന്നെ പ്രവേശിക്കാം എന്നെല്ലാം പറയണു. ഞാൻ കള്ളം പറയില്ല, അതുകൊണ്ട് മനസ്സിൽ പോലും കള്ളം ചിന്തിക്കുക പോലുമില്ല, അതുകൊണ്ട് എൻ്റെ വാക്ക് സത്യം തന്നെയാണെന്ന് പറയും. അപ്പം അമ്മ പറയും, അത്രയും കാത്തിരിക്കാൻ എൻ്റെ വിശപ്പും ദാഹവും സഹിക്കണില്ല, ഞാൻ അത്രയും നേരമൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല പറയും. അത് പറയുമ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ അമ്മ വായ തുറന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിപുലമായ ശരീരത്തോട് കൂടിയിട്ട്
5 യോജന വലുതായ വലിയ ശരീരത്തോടു കൂടി നിൽക്കണ കാണുമ്പോൾ അതിലും ഇരട്ടി 10 യോജനയായിട്ട് വായ വലുതാക്കും. അപ്പോൾ വേഗം 20 യോജനയായിട്ട് വളരും. അപ്പോൾ വായ വീണ്ടും 30 യോജനയായിട്ട് അങ്ങനെ വലുതാക്കി വരുമ്പോൾ ഭഗവാൻ ഹനുമാൻ സ്വാമി എന്ത് ചെയ്യും? ഒരു തള്ളവിരലിൻ്റെ അത്രയ്ക്കും ചെറുതായിട്ട് കൃശഗാത്രനായിട്ട് വിരലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളവിരലിൻ്റെ വലിപ്പത്തോടു കൂടി വന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച് അമ്മയുടെ വയറ്റിലെത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തപശക്തി കൊണ്ട് പുറത്തേക്ക് വരും. എന്നിട്ട് പറയണു, അമ്മേ എന്നെ അനുഗ്രഹിക്കൂ, അമ്മയുടെ പാദകമലങ്ങളാണ് ശരണം, എനിക്ക് എന്നെ പോകാനായിട്ട് അനുവദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, വേഗം അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു, നിനക്ക് ജയം ഉണ്ടാവട്ടെ, നീ സുഖമായിട്ട് തിരിച്ചു വരട്ടെ, സീതയെ കണ്ടിട്ടുള്ള വിവരമൊക്കെ അറിയിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച് പറഞ്ഞു വെച്ചു. പിന്നെയും പോണ സമയത്ത് ഈ ക്ഷീണമുണ്ടോ, വയ്യാണ്ട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞു, മൈനാകത്തോട് പറഞ്ഞു, നീ ചെന്നിട്ട് വേഗം അവിടെ ചെന്നിട്ട് സൽക്കരിക്കണം. ഭഗവാന്റെ സഗര മഹാരാജാവിൻ്റെ പുത്രന്മാർ വളർത്തിയതുകൊണ്ടാണ് എനിക്ക് സാഗരം എന്നുള്ള പേരൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് നീ ചെന്നിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ദൂതനാണ്, അപ്പോൾ സൽക്കരിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ വേഗം ചെന്നിട്ട് പറഞ്ഞു, മൈനാകം പറഞ്ഞു, ഞാൻ ഹിമവാൻ്റെ പുത്രനാണ്, എൻ്റെ പുറത്തിരുന്ന് തളർച്ച തീർക്കൂ, എനിക്കിതാ ധാരാളം ജലം ഉണ്ട് ഇവിടെ, നല്ല നല്ല ശുദ്ധജലമുണ്ട്, അതൊക്കെ കുടിച്ചോളൂ, ഫലങ്ങളുണ്ട്, അതൊക്കെ ഭക്ഷിച്ച് ക്ഷീണം തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ അരുത്, അങ്ങനെ പറയുന്നെ അരുത്, രാമകാര്യത്തിനാണ് ഞാൻ പോണത്, രാമകാര്യത്തിന് പോകുമ്പോൾ എങ്ങും താമസിക്കാനാവില്ല, അത് ഈശ്വര കാര്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോൾ എവിടെയും തങ്ങരുത് എന്ന് പറയും. ഇപ്പം അമ്പലത്തിലേക്കൊക്കെ നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ അങ്ങനെ അമ്പലത്തിലേക്ക് വരിക, നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് നടന്നു വരിക എന്ന് വെച്ചാൽ വഴിയിൽ കണ്ടവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അമ്പലത്തിൽ ചെന്നാലും കൂടിയും വേറെ ഒന്നുമില്ല, ഭഗവാനെ തൊഴുതുകൊണ്ട് നിന്ന് അടുത്ത് നിൽക്കുന്ന ആളോട് വർത്തമാനം പറയും. അങ്ങനെയാണ് നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ വയ്യ, തൊഴണ്ട് ഇങ്ങനെ ഒരു യാന്ത്രികമായിട്ട് നടക്കുന്നുണ്ടാവും. ഇത്ര കാലമായി കണ്ടിട്ട് എവിടുന്ന വരും, ഇത്ര ദിവസം അത് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് യാന്ത്രികമായി, ഭഗവാനെ ശരിക്കും കാണുമോ? കാണില്ല. ഇവിടെ ഹനുമാൻ സ്വാമി പറയണ, ഒരിക്കലും അരുത്, ഈശ്വര കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ വേറെ ഒന്നിലേക്കും മനസ്സ് വയ്ക്കരുത്, വേറെ ഒന്നും പാടില്ല. എത്ര ദീർഘയാത്ര ചെയ്യേണ്ടി വന്നാലും അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുക, താമസിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഇതൊന്നും പാടില്ല എന്ന് പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അതൊന്നും നടക്കണ കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വഴിയിൽ കാണുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്ന് അമ്പലത്തിലേക്ക് വരുമ്പോൾ 2 ആളുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അവിടുന്ന് ഇവിടെ എത്തണ വരെയും ഇവിടുന്ന് അവിടെ എത്തണ വരെയും തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ ലോകകാര്യങ്ങൾ പറഞ്ഞിട്ടെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നടക്കേണ്ട സമയമാണ്. ഭഗവാനെ എങ്ങനെയാണ് ഇവിടെ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ രൂപം ധ്യാനിച്ച് നാവിൽ നാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ ലക്ഷ്യം, ഈശ്വരൻ്റെ ഭഗവാന് ചെയ്യേണ്ട സേവ ചെയ്യണം, ലക്ഷ്യം മറക്കാതെ കണ്ട് യാത്ര ചെയ്യണം, അതുപോലെ ആവണം എന്ന് പറയാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു, ഈ സൽക്കാരമൊക്കെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞതാ അദ്ദേഹം. വീണ്ടും പോവുകയാണ്. പോണ സമയത്ത് പിന്നെ ഛായാഗ്രഹണി എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളിതൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ പല വിധത്തിലും നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് പോകുന്ന ഒരു ജീവന് പല വിധത്തിലുള്ള വൈതരണികൾ കടക്കേണ്ടി വരും. അത് നല്ലതായിട്ടും ചീത്തയായിട്ടൊക്കെ, അതായത് ലൗകിക ദൃഷ്ടിയ നോക്കുമ്പോൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ അതിൽ അപകടങ്ങളായിട്ട് വന്നു വരും. അതുപോലെ നമുക്ക് സുഖലോലുപതയായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് പല കാര്യങ്ങളും കാണുമ്പോൾ ഈശ്വരനെ വിട്ട് സൗഖ്യത്തിനെ ആലോചിച്ചിട്ട്, അതാണ് ഭക്ഷണം സുഖമൊക്കെ ഉണ്ടാവാൻ അവിടെ ഇരുന്നിട്ട് പോകുമെന്ന് പറയണതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ പിന്നെ പിടിച്ച് നിർത്തിയിട്ട് മരണം വരെ മുന്നിൽ കാണാവുന്ന അവസ്ഥയൊക്കെ സംഭവിച്ചു എന്ന് വരാം. പക്ഷേ എന്തു തന്നെ ഉണ്ടായാലും ലക്ഷ്യം എന്തായിരിക്കണം? ഈശ്വരപ്രാപ്തിയായിരിക്കണം. ഈ വക മാർഗ തടസ്സങ്ങളൊന്നും ബാധിക്കരുത് ഒരു ഭക്തനെ എന്നുള്ളതാണ് ഇവിടെ ഈ വക കാര്യങ്ങളിലൂടെ ഹനുമാൻ സ്വാമി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഛായയെ പിടിച്ചു നിർത്തിയിട്ട് ഗതി മുടക്കുന്ന കണ്ടപ്പോൾ ഭീകരരൂപിയായിട്ടുള്ള ഛായാമുഖിയെ കാലുകൊണ്ട് താടിച്ച് വധിച്ചു. അങ്ങനെ ലങ്കയിലേക്ക് പ്രവേശിക്കുകയാണ്.
ആ ലങ്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ തൻ്റെ ആ രാത്രി ഇരുട്ടത്ത് ചെറിയൊരു കടുക് സ്വരൂപത്തിൽ ആയിട്ട് പോയിട്ട് ഇടതുകാല് വച്ച് ലങ്കയിലേക്ക് കടന്നു എന്ന് പറയണു. അങ്ങനെ കടന്ന സമയത്ത് ലങ്കാലക്ഷ്മി വന്നിട്ട് പറയും, ഞാനറിയാണ്ട് ഒരു ഈച്ചയും ഉറുമ്പും പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല, പിന്നെ എങ്ങനെ വന്നു, എങ്ങനെയാണ് നീ വന്നത് എന്ന് ചോദിച്ചിട്ടതാ ശ്രീരാം എന്താണ് ജോലി അവിടെ, ലങ്ക കാക്കലാണല്ലോ ലങ്കാലക്ഷ്മിയുടെ ജോലി. അപ്പോൾ വേഗം അടിച്ചു ഈ ഹനുമാൻ സ്വാമി അടിച്ചപ്പോൾ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി തിരിച്ചു കൊടുത്തു. മുഷ്ടി ചുരുട്ടിയിട്ട് ഒരു ഇടി കൊടുത്തു. അതോടുകൂടിയിട്ട് ലങ്കാലക്ഷ്മിക്ക് ചോര ഛർദ്ദിച്ചു എന്നാണ് പറയണത്. അപ്പോൾ പറഞ്ഞു, ഇത് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. പണ്ട് ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞു, ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥന അനുസരിച്ച് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭു ത്രേതായുഗത്തിൽ ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് വരും. ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പത്നിയായിട്ട് സാക്ഷാൽ മഹാലക്ഷ്മി സീതയായിട്ട് വരും. ആ സീതയെ നിമിത്തമാക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള അസുരന്മാരെ മുഴുവൻ വധിക്കും. അതുകൊണ്ട് അങ്ങനെ ആ സമയത്ത് ഒരു അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വനവാസത്തിന് വരണ സീതയും ലക്ഷ്മണനെയും കൂട്ടിയിട്ടൊരു വനവാസത്തിന് വരും. ആ സമയത്ത് ലങ്കേശ്വരനായിട്ടുള്ള രാവണൻ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവരും. ആ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇരിക്കും. അപ്പോൾ ആ സമയത്ത് ആ സീതാന്വേഷണത്തിനായിട്ടൊരു വാനരൻ വരും. ആ വാനരൻ നിന്നെ അടിക്കുകയാണെങ്കിൽ നീ സന്തോഷത്തോടു കൂടിയിട്ട് ആ അടി ഏറ്റുവാങ്ങിക്കോളൂ. ആ അടി കിട്ടിയാൽ നിനക്ക് മുക്തയാകാം എന്ന് പറഞ്ഞു. ലക്ഷ്മി പോലും ബന്ധനത്തിലാവണ ഒരു പറയണ്ടല്ലോ, നല്ല ആ ലക്ഷ്മിയുടെ ആ ഭാവം, ലങ്കാലക്ഷ്മി, അവിടെ ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഓരോരുത്തർ ലക്ഷ്മിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. ലക്ഷ്മി അവിടെ നിന്ന് എങ്ങനെയാണോ ലക്ഷ്മിക്ക് ആ ഭഗവാനുള്ള അടുത്തടി ഇരിക്കാൻ പറ്റുള്ളൂ, ഈ രാക്ഷസന്മാരുടെ അടുത്തൊന്നും ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ലക്ഷ്മി ദേ പറഞ്ഞു, അവിടുന്ന് അത് വാങ്ങിയിട്ട് ലക്ഷ്മി ഞാൻ ഇനി ഇവിടുന്ന് പോവുകയാണ്, അതുകൊണ്ട് അങ്ങേക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ, ദേവിയെ കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. രാവണൻ്റെ അന്തഃപുരിയുടെ അടുത്ത് തന്നെ ഒരു ക്രീഡോദ്യാനമുണ്ട്. അവിടെ ധാരാളം വൃക്ഷങ്ങളും പൂക്കളൊക്കെ ഉണ്ട്. അവിടെ ഒരു ശിംശിപാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസിമാല ചുറ്റപ്പെട്ടിട്ട് സീതാദേവി ഇരിക്കുന്നുണ്ട്. വേഗം ചെന്നിട്ട് കണ്ടിട്ട് ശ്രീരാമദേവനോട് ചെന്ന് വിവരങ്ങൾ പറയൂ, എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ലങ്കാലക്ഷ്മി ലങ്കാപുരിയിൽ നിന്ന് മറഞ്ഞു. ഇനി അധികം താമസിയാണ്ട് ഈ ലങ്കയ്ക്ക് നാശം ഉണ്ടാവും, രാവണനെ വധിക്കാൻ സാധിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടുന്ന് മറഞ്ഞു. ഇനി സീതാ ദർശനം എന്നുള്ള ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. നാമം ചൊല്ലിക്കോളൂ. ജാനകീ ജീവനസ്മരണം ഉദകനിധി നടുവിൽ ഉല്ലംഘിതാബ്ദോ പവനാത്മജന്മനി ജനക നരപതിവരമകൾക്കും ദശാസ്യനും ജമ്മേ വിറച്ചിതു വാമഭാഗം തുലും ജനക നരപതി ദുഹിതവരനു ദക്ഷാംഗവും ജാതനാകിൽ വരും സുഖദുഃഖവും തദനുകുല കപികുലപതി വന്നു കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതാവികരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞൊരേടാമൊഴിയാതെ ദശവദന മണിനിലയനമായിരിക്കും മമ ദേവീയിരിപ്പേടമെന്നോർത്തു മാരുതി കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്ക വചനമോർത്തിയിടിനാൻ. ഉടമയൊടു മസുരപുരി കനിവൊടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃതസമാസലിലയുധവാപിയും മുത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും
സഹജസുത സജീവ ബലവതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജാപാതകങ്ങളും ദശവധനമണി ഭവന ശോഭയെ കാണും വിധോ ദിക്പാല മന്ദിരം ദൃഗതമായി വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമജയ സുരഭിയൊടു പവന നദീ കൂടമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഉരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശഭാവക്ഷവും അതിനികട അഖില ജഗതീശ്വര ഈശ്വരീ തന്നെയും കൊടുത്തിടിനാൻ മലിനതര ചിഗുരവസനം പുണ്ടു ദീനയായി മൈഥിലി തൻ കൃഷാകാർത്തിയായത്രയും ഭയവിവശനം അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം നയനജലമനവരതമൊഴുക്കി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശചരികൾ അഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടപീവരശിരസി നിബടച്ചന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനൻ ദിവസകരകുലപതി രഘുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കവീവരൻ കമല മകളടഖില ജഗദീശ്വരീ തന്നുടൻ കണ്ടൻ കൃതാർത്ഥോസ്മ്യഹം ദിവസകുലപതി രഘുത്തമൻ കാര്യവും ദീനതായന്യെ സാധിച്ചതിന്നു ഞാൻ ഇതിവേ ബലവും മകതളിലോർത്തു കവിവരൻ ഇത്തിരി നേരാമിരിക്കും ദശാന്തരെ അസുരകുലവരന നിലയത്തിൽ നിലയനത്തിന് പുറത്തു നിന്നാശു ചിലാഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി ജയ നിലീനനായി കീടവാദേഹം മറച്ചു മരുവിനൻ വിഭുതകുലരിഭുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കബീകുഞ്ചരൻ അസുരസുര നിശചര വരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശാവദനൻ അനവരത മകതളിരുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര സകല ജഗതധിപതി സനാതനൻ തന്മയം സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതതര ശകലിതങ്കനായി കേവലെ നിർമ്മലമായ ഭഗവത്പദാംബുജെ വരദജൻ അമരരും അമർത്യാനന്ദപൂർണമം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിന് സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നീടിനൻ അതിനുമൊരു പരിഭവം ഉഴറി വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം ശിരസിമലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതീനില്ല ചഞ്ചലം കമലജനും അറിയരുതോ കരുതുമളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതം അകതളിരിലിവ കരുതി രഘുനാഥനെ സ്വൽപ്പന ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരനവിടെയാശു ചൊല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാസ്യൻ രഘുജനന തിലകവചനേന രാത്രൗ വരും കശ്ചിത് കബീവരൻ കാമരൂപന്യതൻ കൃപയുടെ കൃമി സദശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരാമന്വേഷ്യ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാതരാൽ ധർമ്മകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലവും അവളോട് വധ പറഞ്ഞടയാളവും ആശു കൊടുത്തു ഉടൻ ആശ്വസിപ്പിച്ചു അതുപൊഴുതിലവനാ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാതീ വളർത്തുവാൻ വാഗ്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടതുമ അവനും അശേഷം അറിയിച്ചു രാമനും ഇങ്ങു കോപിച്ചുടനേവരും രണശിരസി സുഖമരണമതിന് അത് അനിശമായുള്ള
രാമാശരാമേറ്റെനിക്കു വരും ദൃഢം ചരമഗതി വരുവതിനു പരമൊരുപദേശമം പന്ഥാവിതോ മമ പാർക്കയില്ലേതുമേ സുരനിവഹാമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിജമനസി ഫലവും ഇതിനെ വിവരവോട് നിരൂപിച്ചു നിശ്ചിന്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണിവലയ കടകാങ്കതനൂപുര കാഞ്ചീമുഖാഭരണ രവമന്തികേ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധവും വിസ്മയാമമ്മാറു കണ്ടു പുരോഭവി വിഭുധരിഭു നിശചരകുലാധിപൻ തൻ വരാവെത്രയും ഭീതയായി വന്നിതു സീതയും ഉരസിജവും ഒരു തുടകളാൽ മറച്ചാധി പൂണ്ടുത്തമാങ്കം താഴ്ത്തി വേഭദൂഗാത്രിയായി നിജമരണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവദനയുഗ പരവശതയാസമം ദേവി സമീപേ തൊഴുന്തു ചൊല്ലിയിടിനാൻ ജാനകി ജീവനസ്മരണം ജാനകീ ജീവനസ്മരണം അനുസരണ മധുരരസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ ശൃണുസുമുഖി തവചരണ നളിനദാസോസ്മ്യഹം ശോഭനാശീലേ പ്രസീദമേ നിഖില ജഗദധിപമനു അസുരേശ്വരമാലോക്യമം നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ ത്വരിതമതി കുതുകമൊടൊന്നു നോക്കിയിടുമം തദ്ഗത മാനസാനെന്നറിയന്നെ നീ ഭവതി തവ രമണമഭി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യാവതാമഭി കണ്ടു കിട്ടാചിരം സുമുഖി ദശരഥ തനയനായി നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്ക നീ ഒരു പൊഴുതവനു പുനരൊന്നിലും ആശയില്ലോർത്താലൊരു ഇല്ലവനോമലേ സുദൃഢം അനവരതം ഉപഗൂഹനം ജൈകിലും സുചീരാമരികെ വസിക്കിലും തവ ഗുണസമുദയമലിവൊടു ഭുജിക്കിലും താൽപര്യം നിന്നിലില്ലവനേതുമേ ശരണമവൻ ഒരുവരിലും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ കിമഭിനഹി ഭവതി കരണീയം ഭവതിയൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലൊന്നിർമ്മമൻ മദാരഹിതനറിയരുതു കരുതു അളവാർക്കുമേ മനഹീനൻ പ്രിയേ പണ്ഡിത മാനവൻ നിഖില വനജര നിവഹ മധ്യസ്ഥിതൻ ദൃശം നിഷ്കഞ്ചനപ്രിയൻ ഭേദഹീനാത്മകൻ ശുഭജനും ഒരവനീസുരാവരനും അവനൊക്കുമീ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭവതിയേരു ശബരതരുണിയെയും ആത്മന പാർത്തു കണ്ടാലവാനില്ല ഭേദം പ്രിയേ ഭവതിയെയും അകതളിരില്ല അവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനീ മതി ത്വയീ വിമുഖന അവൻ അനിശ അതിനു നഹി സംശയം ത്വദ്ദാസദാസോഹം അദ്യ ഭജസ്വമം കരഗതമുര അമലമണിവരം ഉടനുപേക്ഷിച്ചു കാജത്തെ എന്തു കാക്ഷിക്കുന്നിതോമലെ സുരതിജ തരുജ ഭുജാഗോപ്ത ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കും മുത നിയതമതിഭയസഹിതം അമിത ബഹുമാനേന മത്പരിഗ്രഹമായി മരുവിടുകിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേ കളത്രമായി വാഴുക നീ സന്തതം കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നേ മനോഹരെ
പുരുഷഗണമിഹ മനസി കരുതൂ പുരുഹൂതനാൽ പൂജനം പുണ്യാപുമാനെന്നറിയികമം സരസമനുസരതയ സദയമയീ തവ വശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ സരസിരുഹാമുഖി ചരണാകമലപതി പതിതോസ്മ്യഹം സന്തതം പാഹി മാം വിധിതശവദനാന അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോട് അതിനിടയിലൊരു പുൽക്കൊടി ജാതുരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനൻ സവൃതകുലതിലകനതീവ വിദ്യാഭവൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതിവിനയമൊടു ശുനീവ ഹവിദ്വരെ സാഹസത്തോടുമം കട്ടുകൊണ്ടിലയോ ദശവദന സുദൃഢമനുചിതമിതു നിനയ്ക്ക നീ തൽഫലം നീ താൻ അനുഭവിക്കും ദ്രുതം ദശരഥജ നിശിതശരാ ദളിതവപുഷാഭവൻ ദേഹം വിനായമാലോകം പ്രവേശിക്കും രഘുജനനതിലകനൊരു മനുജനിധി മാനസേ രാക്ഷസ രാജ നിനക്കു തോറ്റമ്പലാൽ ലവണജലനിധിയെ ലഘുകുലതിലക സംഭ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം ലവസമയമൊടു വിശിഖ പരിതാപേന ലങ്കയും ഭസ്മമാക്കിയിടൂ മരക്ഷണാൽ സഹജ സുധാ സജീവ ബലപതികളോടുകൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം അവനിഭരനാശനദ്യദാതാവപേക്ഷിച്ചതു കാരണം അവതരണം അനിലതല അനിലന ഹരേഷ അവതരണം അവനിതലമതിലതീദയാപരനാശു ചെയ്തിടിനാൻ നിന്നെയൊടുക്കുവൻ ജനകതൃപവരനു മകളായി പിറന്നേനഹം ജമ്മേയതിന്നൊരു കാരണഭൂതയായി അറികതവ മനസ്സി പുനരിനീ വിരവിനോട് വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ നിധി മിഥുല നൃപതിമകൾ പരുഷവചനങ്ങൾ കേറ്റേറ്റവും ക്രുദ്ധനായോരു ദശാനനൻ അതിജബലകരഭുവി കരാളം കരവാളാൽ ആശുപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ അത് പൊഴുതി അതികരുണയൊടു മയതനുജയാം ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൻ ഒഴികൊഴിക ദശവദന ശൃണുമമവജഭവാന അല്ലാത കാര്യമാരായിക മൃഡപ്രബോധജമനുജതരുണിയൊരുടയവരുമന്യെ ദീനയായി ദുഃഖിച്ച ദീവാക ശാങ്കിയായി പതിവിരഹ പരവശതയോടുമിഹ പരാലയെ മാതൂപാതിവൃത്യമാലംബ്യരാഘവൻപ പകലിരവു നിശചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നതുമിവൾ ദുരിതാമിതില അധികമിഹ നഹി ദുർമതേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാമോ സുരതനുജാതിജ ഭുജഗാപ്സരോ ഗന്ധർവസുന്ദരീ വർഗം നിനക്കു വശാഗതം ദശമുഖാനു മധികജലനാശു മണ്ഡോദരീ ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശചരികളോടു സദയം അവനുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനനവചനമനുസരണവചനങ്ങളും ഭാവാവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകൾ അകതളിരഴിച്ചെങ്കലാക്കുവീൻ അൻപോടു 2 മാസം പാർപ്പിനിയും ഇത് നിശചരികളോട് ദശവദനനും പറഞ്ഞിഷയോടെ അന്തഃപുരം ബുക്കുമേവിനൻ അതികഠിന പുരുഷതര വചനശരമേൽക്കയാൽ ആത്മാവ് ഭേദിച്ചിരുന്നിതു സീതയും അനുചിതം അലമലമൊടുങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിചേടയുമാശു ചൊല്ലിയിടിനാൻ
ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനാനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനിം ദൃഢം അഖില ജഗദധിപൻ. അഭിരാമനം രാമനും ഐരാവതോപരി ലക്ഷ്മണാവീരനും ശരനികര പരിവതന ദഹനഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ചാശ്രമം രാക്ഷസാരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനോട് മടിയിൽ വെച്ചാതരാൽ മാനിച്ചു ചെന്ന അയോധ്യാപുരം മേവിനാൻ കുലിശധരരിഭൂ ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഘ്രതം തന്നിലെ തിലരസവോ മുടൽ മുഴുവൻ അലിവിനോടൊന്ന് അണിഞ്ഞുടൻ നളതാമാല്യം ചാമൂർധനി നിജസഹജ സജീവസുത സൈന്യസമേതനായി നിർമ്മഗ്നനായി കൊണ്ടു വിസ്മയം തേടിനൻ രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനൻ. കലുഷതകൾ കളവനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമതു സത്യമത്തേന്നിടം കരുണയോട് വയമതിനു ഗിതപായ ദിനം മുതാ കാത്തുകൊള്ളേണമിവേളേ നിരാമയം. രജനിചര യുവതികളതി ത്രിജടാവചോരീതി കേട്ട അത്ഭുതഭീതി പൂണ്ടിടിനാൾ. മനസ്സി പരവശതയോടൊന്നുറങ്ങിനാരേവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും ജാനകി ജീവനസ്മരണം. അവിടുന്ന് വന്നിട്ട് സീതാദേവിയെ ഭഗവാൻ ആ ലങ്കാലക്ഷ്മി പറഞ്ഞതനുസരിച്ചിട്ട് സീതയെ തെരഞ്ഞ് സീതയെ കാണുകയാണ്. ഭഗവാനെ എല്ലാ ദിക്കിലും നോക്കിയിട്ട് കാണുന്നില്ല, ഓരോ ദിക്കിലും നോക്കി കാണാണ്ടായിട്ട് അവസാനം ആ ലങ്കാലക്ഷ്മി പറഞ്ഞ ആ സ്ഥലത്ത് പോയി നോക്കണു. ആ വായു ഭഗവാന്റെ സഹായത്തോടു കൂടിയിട്ട് ആണ് അവിടെ കൊണ്ടുവന്നിട്ട് ശിംശിഭാവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ദേവിയെ കാണാൻ. ഏറെ മുഷിഞ്ഞ് പാറിപ്പറന്ന മുടിയോട് കൂടിയിട്ട് മലിന വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കരഞ്ഞ് ആ രാമരാമ രാമരാമ എന്നും ജപിച്ചുകൊണ്ട് നിശാചര സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കണ ആ സീതയെ കണ്ടുകൊണ്ടിങ്ങനെ അത്ഭുതത്തോടുകൂടി പറഞ്ഞു, ലോകൈകനാഥനായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ തിരുവുടൽ ഞാൻ കണ്ടു കൃതാർത്ഥനായി, ഇന്ന് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു എന്നൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കുന്ന സമയത്ത് ചിന്തിച്ച സമയത്ത് ആകെ ആ ഒരു വാദ്യഘോഷങ്ങളൊക്കെ കേൾക്കണു. അപ്പോൾ നോക്കുമ്പോൾ അകലെ നിന്ന് ആ സമയത്ത് എന്ത് ചെയ്തു, ഏറ്റവും ചെറിയ ഒരു ശരീരം സ്വീകരിച്ചിട്ട് ഇലയുടെ പിന്നിൽ മറഞ്ഞിരുന്നു ഹനുമാൻ. നോക്കിയപ്പോൾ രാവണൻ്റെ അഴകിയ രാവണൻ്റെ വരവാണ്. അപ്പോൾ രാവണനും ഇത് സീതയെ പ്രാപിക്കാനുള്ള വരവാണ്. ആ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ രാവണനും രാത്രി സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ രാമൻ വന്നതും വധിക്കണം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഓരോന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് എന്താ വിധിച്ചതെന്ന് വെച്ചാൽ അത് വിധിച്ചതുപോലെ വരും എന്ന് ഒക്കെ ചിന്തിച്ചു കൊണ്ട് ശ്രീരാമൻ്റെ അപ്പം ഇങ്ങനെ സ്വപ്നം കണ്ടത് ശ്രീരാമൻ്റെ വാക്ക് കേട്ടിട്ടൊരു വാനരം വരണതും ആ ശരീരത്തിൽ അവിടെ വന്നിട്ട് ആ വാനരൻ ആ നഗരമൊക്കെ നശിപ്പിച്ച് സീതയെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ശ്രീരാമൻ വന്ന് ആ സീതയെ കൊണ്ടുപോകണതൊക്കെ സ്വപ്നം കണ്ടു. അത് ആ സ്വപ്നത്തിൽ കണ്ടിട്ട് അപ്പോൾ സ്വപ്നം ചിലർക്ക് ചിലപ്പോൾ വന്നു എന്ന് വരും, ഭവിച്ചു എന്ന് വരും. അതല്ല വെച്ചാൽ സീതയായിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സീതയുടെ അടുത്ത് ചെന്നിട്ട് പറയണു. സീതയോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞിരിക്കണേ, എന്നെയൊന്നും നോക്കിക്കൂടെ, നിനക്ക് നിൻ്റെ ഭർത്താവിനെ ആലോചിച്ചിരിക്കണം, എന്താ കാര്യം? നിൻ്റെ ഭർത്താവിനെ ചിലപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ചിലപ്പോൾ നോക്കിയാൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല. ഈശ്വരനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം ഭഗവാനെ. അത്രയും ഭക്തിയോട് കൂടിയിട്ട് നോക്കണവർക്ക് കാണാൻ പറ്റും. ഭക്തി ഇല്ലാണ്ട് എവിടെ തിരഞ്ഞാലും ഭഗവാനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ തത്വങ്ങൾ തന്നെയാണ് ഇവിടെ രാവണൻ പറയണത്. എന്നിട്ട് പറയുന്നു, ആ ദശരഥപുത്രനെ കൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല, ഒരിക്കലും വരില്ല. ചിന്തിച്ച് നോക്കി അവനെന്താ ഗുണം? അങ്ങനെ
നിന്നെപ്പോലെ ഒരു സുന്ദരി അവൻ്റെ കൂടെ ഉണ്ടായാലും എത്ര കൂടെ പാർത്താലും അവനൊരു കുഴപ്പം, നിന്നിലൊരു താല്പര്യമൊന്നുമില്ല. അങ്ങനെ നിന്നോടൊരു ഇഷ്ടമുണ്ട്, താല്പര്യം ഉണ്ടെന്ന് വെച്ചപ്പോൾ അവൻ വന്നേനില്ലേ നിന്നെ കാണാനായിട്ട്? വന്നിട്ടൊന്നുമില്ല. പിന്നെ അത്രയും കൃതജ്ഞനാണ്. അപ്പോൾ അതുകൊണ്ട് പറയണം, അവന് ഒന്നിലും ഒരു വ്യത്യാസമൊന്നുമില്ല. അവന് ഈ ദരിദ്രരോടും ഒക്കെ അങ്ങനെയുള്ളവരോടൊക്കെയാണ് പ്രിയം കൂടുതൽ. അതുപോലെ അവന് ചണ്ടാളനായും ബ്രാഹ്മണശ്രേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്. അതുപോലെ നായയും പശുവും അവന് ഭേദമില്ല. അങ്ങനെ ഒരു കാട്ടാളത്തെ കൊണ്ടുവന്ന് നിർത്തിയാലും നീയും കാട്ടാളത്തെയും തമ്മിൽ ഭേദമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ പോരും. എന്തിനാ ഈ കാക്കപ്പൊന്ന്, സ്വർണം ഇരിക്കുമ്പോൾ എന്തിനാ കാക്കപ്പൊന്ന് തേടി പോണത് എന്ന് പറയണത്? അവിടെയാണെങ്കിൽ നീ ഇത്ര കഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയേണ്ടിയുണ്ട്. ഇവിടെയാണെങ്കിൽ ദേവാംഗനമാർ വന്നിട്ട് നിന്നെ ശുശ്രൂഷിക്കും. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ടാവാം. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആൾക്കാരുണ്ട്. നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാം. നിനക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും കിട്ടും. നിനക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും. ആ പ്രലോഭനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കതാ ആ ഭഗവാനെ മാത്രം മനസ്സ് ചേർത്തിരിക്കുന്ന ഒരു ജീവനിൽ ഇതുപോലെ ഒരുപാട് നമ്മളുടെ മനസ്സിൽ രണ്ട് ഭാവമുണ്ട്. ആസുരിക ഭാവമുണ്ട്, ഈശ്വരഭാവമുണ്ട്. ഈശ്വരഭാവത്തിനെ ആശ്രയിച്ചിട്ട് നമ്മൾ ഈശ്വരനിൽ മനസ്സ് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും ഈ പ്രായത്തിലൊന്നുമല്ല, ഇപ്പോൾ അതൊക്കെ വയസ്സായിട്ട് മതി, ഇപ്പോൾ നാമം ജപിച്ചിരിക്കുന്നു വേണ്ട, അപ്പോൾ എന്തെല്ലാം സുഖകാര്യങ്ങളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. കുറച്ച് നേരം പോയി ആ TV കണ്ടൂടെ, കുറച്ച് നേരം പോയി അത് ചെയ്തുകൂടെ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് തുണി മേടിക്കാൻ പോവുക, അവിടെ ഇപ്പോൾ ഇന്ന് തുണിയൊക്കെ അവിടെ വില കുറവാന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭാഗവതം എടുത്ത് വയ്ക്കുമ്പോൾ മനസ്സിങ്ങനെ നമ്മളോട് ഓരോന്ന് പറഞ്ഞ് നമ്മളെ ആ ഭഗവാനിൽ നിന്ന് അകറ്റാനായിട്ട് നോക്കും. അങ്ങനെ അകറ്റാൻ നോക്കിയാലും അതിൽ ദൃഢമായിട്ടിരുന്നാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഭാവം കൂടിയും ഇവിടെ ഉണ്ട്. എത്ര പറഞ്ഞു അല്ലേ സാധാരണ. അതൊക്കെ കേൾക്കുമ്പോൾ ആ വാക്കുകളിൽ ഭ്രമിച്ചിട്ട് നമുക്ക് ഈശ്വരനെ വിട്ടു പോവാം. ഇവിടെ ഇത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇരിക്കണ ആ സീതാദേവി അപ്പോൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ സീതാദേവി പറഞ്ഞു, നിനക്കും ശ്രീരാമനെ ഭയം തന്നെയല്ലേ? ഒരു പുല്ല് കയ്യിലെടുത്തിട്ട് ഒടിച്ചവിടെ ഇട്ട്, എന്താ അതിൻ്റെ അർത്ഥം? നീ പറഞ്ഞ വാക്കുകളൊക്കെ ഈ പുൽക്കൊടിക്ക് സമാന്ന് പറഞ്ഞു. രാമനെ പേടിയില്ല എന്ന് നീ പറയണ്ടല്ലോ, നീ രാമനെ ഭയന്നത് കൊണ്ടല്ലേ നേരിട്ട് രാമനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് എന്നെ കൊണ്ടുവരാണ്ട് രാമനെയും ലക്ഷ്മണനെയും ഒക്കെ അകലെ നീക്കിയിട്ട് സന്യാസി വേഷത്തോടു കൂടിയിട്ട് കൊണ്ടുവന്നത്. അതായത് യാഗശാലയിൽ ഹോമത്തിന് വച്ചിരിക്കുന്ന ദ്രവ്യം കൊടിച്ചിപ്പെട്ടി വന്ന് എടുത്ത് കടിച്ചു കൊണ്ടുപോകും, ഓടിപ്പോവും ആളില്ലാത്ത നേരം നോക്കി. അതുപോലെയല്ലേ നീ ചെയ്തത്? അതാണോ നീ ഇത്ര വലിയ കാര്യമായിട്ട് പറയണത്? അപ്പോൾ പറഞ്ഞു, ആ ശ്രീരാമൻ്റെ ആ ശരങ്ങളേറ്റിട്ട് ഈ ശരീരം പിളർന്നിട്ട് നിനക്കിത് യമലോകം എത്തേണ്ട സമയമായി, അതുകൊണ്ടാണ് നിനക്കിതൊക്കെ തോന്നണത്. അപ്പോൾ എന്തായാലും ശ്രീരാമചന്ദ്രപ്രഭു എത്ര വലിയ കടലായാലും എന്തായാലും അത് തരണം ചെയ്ത് വരും. എനിക്ക് ആ പ്രഭു എന്നെ വന്ന് കാണാണ്ടിരിക്കില്ല. അതുകൊണ്ട് എന്നെ വന്ന് നിന്നെ നശിപ്പിച്ച് നിന്നെ വധിച്ചിട്ട് എന്നെയും കൊണ്ട് പോവും എന്നെല്ലാം പറയണു. അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോൾ വാളെടുത്തിട്ട് കഴുത്ത് വെട്ടാനായിട്ട് നോക്കണു. അപ്പോൾ മണ്ഡോദരി തടഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അരുതാത്ത കാര്യം ചെയ്യരുത്, മനുഷ്യ സ്ത്രീയായിട്ടിരിക്കണം, അവരെ ഉപേക്ഷിച്ചോളൂ, ഇങ്ങനെയുള്ളവരെ വധിക്കുകയൊന്നും വേണ്ട, നിനക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ദേവാംഗനങ്ങളായിട്ടുള്ള എത്രയോ പേരുണ്ട്, പിന്നെ എന്തിനാ ഈ പാവത്തോട് ഇങ്ങനെ ചെയ്യണം, വിഷമിച്ചിരിക്കണം, എന്തിനാ വധിക്കാൻ നോക്കണേ എന്നൊക്കെ കേട്ടപ്പോൾ ആ സാഹസത്തിൽ നിന്ന് നീങ്ങിയിട്ട് പറയണു. അവിടെ ഇരിക്കുന്ന ആ രാക്ഷസികളോടൊക്കെ പറയണു, ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടുത്തിയിട്ടും വാക്കുകൾ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് വശഗതിയാക്കിയിട്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് രാക്ഷസികളൊക്കെ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്തിട്ടും അലറിയിട്ടൊക്കെ പേടിപ്പിച്ചിട്ട് ആ സീതാദേവിയെ പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ ത്രിജട എന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ ചെയ്യരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സർവ്വലോകനാഥനായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് ഐരാവതത്തിൻ്റെ പുറത്ത് വന്ന് അവർ ബാണങ്ങളെ കൊണ്ട് ഈ ലങ്കയെ നശിപ്പിച്ച് രാവണനെയും വധിച്ചിട്ട് ആ സീതയെ മടിയിലിരുത്തിയിട്ട് തിരിച്ചു പോയി.
ആ ഇന്ദ്രനെ ഈ നഗ്നനായിട്ട് ശരീരം മുഴുവൻ എണ്ണ തേച്ചിട്ട് ശിരസ്സിൽ രാമച്ചമാലയൊക്കെ അണിഞ്ഞുകൊണ്ട് ചാണകക്കുഴിയിൽ സഹോദരന്മാരോടും മന്ത്രിമാരോടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുങ്ങും പൊങ്ങുമൊക്കെ ചെയ്യണതൊക്കെ ആയിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നാളെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. സീതാദേവിയെ ഉപദ്രവിക്കരുത്, ശ്രീരാമചന്ദ്രപ്രഭു വന്ന് രക്ഷിക്കുന്നത് വരെ നമുക്ക് സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ രാക്ഷസിക യുവതികളൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ട് അതൊക്കെ കേട്ടിട്ട് അവരൊക്കെ ആ സീതാദേവിയെ ഉപദ്രവിക്കാണ്ട് അവരെല്ലാവരും അവിടെ കിടന്നുറങ്ങി എന്നുള്ള ഭാഗം വരെ പാരായണം ചെയ്ത് ഇന്നിവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗങ്ങൾ നാളെ പാരായണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക്. ഇതുവരെ പാരായണം ചെയ്ത ഭാഗങ്ങൾ ഭഗവാന്റെ പാദത്തിൽ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ വേണ്ടതുപോലെ നാളെ അനുസ്മരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ നീങ്ങി കൂടുതൽ മനസ്സ് പരിശുദ്ധമാവാനായിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയക്കുളത്തമ്മേ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. പത്മാവതി രൂപേ ഷഷ്ടി മംഗള ചണ്ഡികേ. രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി തൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈത്തൊഴുന്നു ഞാൻ. പീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ജമാലം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം. കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം ജയ ജയ ശ്രീ രാധേശ്യാം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ